സാർ, സിനിമാ മേഖലയിൽ ഒരുപാട് നാളായല്ലോ പ്രവർത്തിച്ചു വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് ഷെയർ ചെയ്യാമോ? ഓക്കെ. മലയാള സിനിമാ ചരിത്രത്തിൽ ഞാനൊരു 49 സിനിമയിൽ അഭിനയിച്ചു. അതിൽ പ്രധാനമായിട്ട് മോഹൻലാലിൻ്റെ മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ കുട്ടപ്പനായിരുന്നു. അതുപോലെ തന്നെ നെറ്റിപ്പട്ടം, രാജമാണിക്യത്തിലെ 3 പൊട്ടയടിച്ചിട്ട് ഒരാളായിരുന്നു. അങ്ങനെ കുറേ ചിത്രങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും. തിലകൻ ചേട്ടനടക്കം മലയാള ചലച്ചിത്രവേദിയിലെ ഒട്ടുമുക്ക ആൾക്കാരുമായിട്ട് നേരിട്ട് ചെറിയ സീനാണെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും അടുത്തതായിട്ട് ചെയ്ത് ദിലീപ് എൻ്റെ തങ്കമണി എന്ന ചിത്രത്തിലൊരു പള്ളിയിലച്ഛനായിട്ട് ഞാൻ വേഷം ചെയ്തു. പിന്നെ ഇന്ന് ഈ പരിശുദ്ധമായ ഈ ശാന്തിഗിരി ആശ്രമത്തിൽ മലനാട് ടി വിൻ്റെ ഡയറക്ടറായ ഇന്ത്യ ദർശൻ ടി വിയുടെയൊക്കെ ഡയറക്ടറായ ശ്രീ ജയേഷ് എന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഈ അവസാനമായിട്ട് ഞാൻ അഭിനയിച്ച ആകസ്മികം എന്നൊരു ഷോർട്ട് ഫിലിമുണ്ട്. ഞാൻ നേരത്തെ അഭിനയിച്ച ഷോർട്ട് ഫിലിമിന് 2 പ്രാവശ്യം നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 3 കിലോമീറ്റേഴ്സിന് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. മുമ്പിൽ പഞ്ചമുഖൻ എന്നുള്ള അവാർഡുണ്ടായിരുന്നു. ഈ ഇപ്പോൾ ഉള്ള ആകസ്മികത്തിൻ്റെ പ്രകാശനം ഇന്ന് ഈ പുണ്യഭൂമിയിൽ വെച്ചായിരുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനത് കണ്ടിരുന്നു. വളരെ നല്ല ഒരു ഷോർട്ട് ഫിലിമായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കാം സാർ, അതായത് പുതിയ സിനിമകൾ, പുതിയ ഒരു സിനിമാ മേഖലകൾ ആദ്യകാല ചിത്രങ്ങളിലെ അല്ലെങ്കിൽ അതായത് പണ്ടത്തെ ആൾക്കാരെ ഇപ്പോഴും അവർ പ്രചോദനം നൽകി ഈ പുതിയ സിനിമകളിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, വിളിക്കുന്നുണ്ടോ, അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം. അതായത് ചലച്ചിത്ര മേഖലയിൽ വലിയൊരു വ്യതിയാനമാണ് സംഭവിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടെന്നാൽ ഈ ലോകത്ത് മുഴുവനും ആകമാനമായിട്ട് ഈ പ്രതിഫലനമുണ്ടായി. ജനപ്പെരുപ്പം കൂടുകയും സമയമില്ലായ്മ വരികയും ചെയ്യും. അപ്പം സാമൂഹിക വ്യവസ്ഥതയ്ക്ക് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാങ്കേതിക വിദ്യകൾ. ഇപ്പം വന്ദേ ഭാരത് ട്രെയിൻ തന്നെ നമുക്ക് കറക്റ്റ് 1:30 മണിക്ക് രാവിലെ 7 മണിക്ക് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ 1:30 മണിക്ക് കാസർഗോഡ് എത്തുന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ സ്പീഡ് കാറ്റഗറി ആയപ്പോൾ യഥാർത്ഥ മൂല്യത പഴയ നാടകങ്ങളും സിനിമകളും ഒക്കെ അവർ നിന്ന് ആ മൂല്യമായിട്ട് അഭിനയിച്ച് തീർത്തത് ഈസിയായിട്ട് പുതിയ തലമുറ കൈകാര്യം ചെയ്യുന്ന വേറൊരു പാറ്റേണിൽ ഈ പാറ്റേൺ വന്നപ്പോഴത്തേക്ക് ഈ പഴയ ജനറേഷനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പുതിയ ആൾക്കാരുടെ കൺസെപ്റ്റുകൾ, പുതിയ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതികൾ, സാങ്കേതികപരമായിട്ട് ക്യാമറ സെക്ഷനായാലും എഡിറ്റിംഗ് ആയാലും ഏത് സെക്ഷനും ഇപ്പം ആ പണ്ടത്തെ എഡിറ്റിംഗ് ടേബിള് ഇന്നത്തെ രീതിയൊക്കെ എൻ്റർലി ഡിഫറൻ്റായി. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പഴയ ആർട്ടിസ്റ്റുകളെയൊക്കെ കുറേയധികം ബാധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഒരു സാധാരണ ജെന്യുവൻ ട്രാക്കിലേക്ക് വന്നു ഈസിയായിട്ട് അഭിനയിക്കുക, ഈസിയായിട്ട് ഡയലോഗ് പറയുക, അന്നന്ന് മനുഷ്യന് തോന്നുന്ന ജീവിത രീതികളുണ്ട്. അത്തരം നിലപാടുകളിലൂടെ അഭിനയത്തെ മേക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പുതിയ ജനറേഷൻ. അതാണ് ആ മാറ്റം സംഭവിച്ചത്. ഓക്കെ സാർ, ഇപ്പം നമ്മൾ അടുത്തിടെ ഉണ്ടായ ഒരു വിവാദമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരികയുണ്ടായി. അതിനകത്ത് ഒരുപാട് നമുക്ക് പറയാൻ, നെഗറ്റീവായിട്ടും പറയാം, നമുക്ക് അതിനകത്ത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളതും അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം ആ ഒരു പ്രശ്നം വെളിയിൽ വന്നപ്പോൾ എത്രത്തോളം സിനിമാ മേഖലയിൽ മാറ്റമുണ്ടായെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുള്ളതായിട്ട്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊരു വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമാ മേഖല ഈ കേരള ചരിത്രത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം സിനിമാ പ്രേക്ഷകരിലെത്തി ആ യാഥാർത്ഥികമായിട്ടുള്ള ജീവചരിത്രങ്ങളെ പകർത്തിയെടുത്ത് ജനങ്ങളിലെത്തിക്കാൻ സിനിമയ്ക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പഴയകാല തോപ്പിൽ ഭാസി അടക്കമുള്ളവരുടെ സിനിമകൾ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ ആ കഥാമൂല്യത, വയലാറിൻ്റെ പാട്ട്, ദേവരാജൻ്റെ, അർജുൻ മാഷിൻ്റെ ഒക്കെ സംഗീതം, ആ പഴയ പാട്ടുകളെ സംബന്ധിച്ച് ഇന്നും ജനത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത്ര മാറ്റം സംഭവിക്കാൻ ആ മീഡിയയിലൂടെ സിനിമയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്തരം സാഹചര്യങ്ങളെ ഈ പഴയ വൈരാഗ്യങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് പുതിയ കൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ പഴയ ആൾക്കാർക്ക് വേഷം കിട്ടാതെയൊക്കെ വന്നതിൻ്റെ ഒരു അമർഷം ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അല്ലാതെ സിനിമയെ തകർക്കാനൊന്നും ആർക്കും കഴിയില്ല. അത് എന്നും ജ്വലിച്ച് നിൽക്കുന്ന, അടയാളപ്പെടുത്തുന്ന ഒരു മാധ്യമം അല്ലെങ്കിൽ മീഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ലോകത്താകമാനം. അതുകൊണ്ട് ഈ റിപ്പോർട്ടൊക്കെ ഒരു വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ ഒരു സംഘടനയൊക്കെ ശിഥിലമാക്കുന്ന നിലയിലേക്ക് വന്നത്. എന്തുകൊണ്ടും അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. സിനിമ നിലനിൽക്കണം.
നമ്മുടെ പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് സിനിമയുടെ ഒരു ഭാഗം മാറിയിട്ടുണ്ട്. അത് പിന്നെ എല്ലാ കാലത്തും ഒക്കെ ഉണ്ട്. ഇന്ന് കുറേ കൂടെ വ്യത്യസ്ത മേഖലയിൽ ബിസിനസ് ചെയ്ത് സമ്പന്നരാകുന്ന പല ആൾക്കാരും സിനിമയുടെ മേഖലയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പുതിയ ചിത്രങ്ങളിൽ നമ്മുടെ കഥാമൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്നൊരു ചിന്താഗതി ഉണ്ടോ? പുതിയ ചിത്രങ്ങളിലും നമ്മുടെ മൂല്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഒരു സിനിമയുടെ കഥ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ കഥ ഇപ്പം മഹാഭാരത യുദ്ധത്തിൻ്റെ കഥയെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എത്രയോ കുടുംബങ്ങളുടെ എത്രയോ മനുഷ്യൻ്റെ കഥകളാണ് ഒരു വലിയൊരു കഥയിലൂടെ പരാമർശിക്കുന്നത്. അതിൻ്റെ ഓരോ കണ്ണിങ്ങും മനുഷ്യജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഇപ്പം ചെറിയ സമ്പത്തുള്ള ഒരു വീട്ടിൻ്റെ ചിത്രമെടുത്ത് പരിശോധിക്കുമ്പോഴും വലിയ വീട്ടിൻ്റെ ചിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ രണ്ടും സമ്പദ്ഘടനയിൽ വലിപ്പവും ചെറുപ്പവും ഉണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിനകത്തുള്ള കഥാതന്തു പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും ആഹാരമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാവർക്കും ഉണ്ട്. കാരണം ഒരു മനുഷ്യന് ഒരു ചാൺ വയറിനകത്ത് ഒരുപാട് അലുവയും ഇറച്ചിയും ഒക്കെ കഴിക്കാൻ പറ്റുകയല്ലോ. അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഞാൻ പറഞ്ഞൊരു ഇന്നർ മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. പക്ഷേ കലാമൂല്യവും ആ കഥാതന്തുക്കളും ഒക്കെ വ്യക്തമായിട്ട് മലയാള സിനിമയിൽ കൊണ്ടുപോയ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് മുൻകാലങ്ങളിൽ. ഇപ്പോൾ അതിനെ അത്രമാത്രം ഗ്രഹിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കാരണം എല്ലാ സിനിമയും എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. ചില ചിത്രങ്ങളുടെ പാറ്റേൺ മാത്രം ചില ആൾക്കാരുടെ മനസ്സിൽ. എന്നാൽ പഴയ ഇപ്പം ചെമ്മീൻ പോലെയുള്ള സിനിമ ഇന്ന് വിട്ടാൽ നമ്മൾ പോയി കാണും. കാരണം അത് മനസ്സിൽ അർപ്പിച്ച സിനിമകളാണ്. അത്തരത്തിലൊരു മാറ്റം ഉണ്ട്. പിന്നെ എൻ്റർടൈമായിട്ട് കണ്ടുകൊണ്ട് 2.5 മണിക്കൂർ പോയി തിയേറ്ററിൽ കണ്ടു പോകുന്നവർ സാഹചര്യമേ ഇപ്പോഴുള്ളൂ. അതിൽ നിന്ന് കുറേ സിനിമയിൽ നിന്ന് കുറേ പഠിക്കാം. സാറിനെ പോലെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം സാറിനെ പോലെയുള്ള കലാകാരന്മാരെ ഒന്ന് ഉൾക്കൊള്ളണമെന്ന് നമ്മുടെ സിനിമാ മേഖലയോട് നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പം അതിനായിട്ട് സിനിമാ മേഖലയിൽ ഉള്ളവരോട് എന്തെങ്കിലും ഒരു ഇത് പറയണമെന്നുണ്ടോ? ഒട്ടനവധി ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ വന്നാണ് ഈ സിനിമയുടെ സാമ്രാജ്യം കൈയടക്കിയിട്ടുള്ളത്. അതിന് കുറേ മാനസികമായിട്ട് കുറേ സഹിഷ്ണുതയും നമുക്ക് പിന്നെ മറ്റൊന്ന് പണ്ടത്തെ ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പരിമിതിയൊന്നുമില്ല. ഇന്ന് ഡിജിറ്റൽ സംവിധാനമായതുകൊണ്ട് എടുക്കുന്ന സീൻ മോശമാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാം. വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ റിഹേഴ്സലെടുത്തിട്ടാണ് സിനിമയിലെ നടന്മാരൊക്കെ അന്ന് ഫിലിമാണ് 5 മിനിറ്റ് ഓടുകയാണെങ്കിൽ 1000 റോള് ഈ റോളങ്ങ് ചുറ്റിപ്പോവുകയാണ്. അപ്പോൾ 1000 റോളിന് അന്ന് 25,000 രൂപ വിലയുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇന്നാണെങ്കിൽ അതില്ല. ഈ സാങ്കേതികത്വവുമായിട്ട് മാറ്റം വന്നപ്പോൾ സ്പീഡിലേക്ക് പോയി ജനം. ഈ സ്പീഡ് വരുമ്പോൾ ക്രിയേറ്റിവിറ്റി ആ പുള്ളി ചെയ്യുന്ന ഒരു നടൻ ചെയ്യുന്ന ആ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ് പ്രേക്ഷകൻ കണ്ട് ആ കഥയെ മാറ്റം വരുന്നത്. പണ്ടതല്ല, ഒരു കുടുംബ സബ്ജക്റ്റ് ആണെങ്കിൽ കുറച്ച് ജനപ്പെരുപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു കുടുംബ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മക്കൾക്കുണ്ടാകുന്ന വൈതരണികളുമൊക്കെയാണ് അന്നത്തെ കാലത്ത് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് കഥയ്ക്ക് ഒരുപാട് എലാബറേഷനായി, നമുക്ക് ചിന്തയ്ക്ക് അപ്പുറമായി. കാരണം ലോകത്തിനാകമാനം ഇന്ന് നമുക്ക് ചിത്രങ്ങൾ കാണുന്നത് ഇന്നത്തെ ഈ നമ്മുടെ പോക്കറ്റിൽ വയ്ക്കുന്ന മൊബൈൽ ഫോൺ തന്നെ അത് യൂട്യൂബിലൂടെ അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി എല്ലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയും നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ ചിന്തയെയും അത്രമാത്രം സ്പീഡിലേക്ക് വിടേണ്ട ഒരു സാഹചര്യമാണ് പുതിയ ഒരു സിനിമയുടെ ഒരു മൂല്യം മാറിയിട്ടുള്ളത്. സാറ് ശാന്തിഗിരി ഫെസ്റ്റിൽ വന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഏഷ്യാനെറ്റിൻ്റെ വാർത്താ അവതരണം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എങ്ങനെയുണ്ട്, എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് മറ്റൊന്നുമല്ല, ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിലുള്ള ആളാണ് ഇന്ത്യ ദർശന അല്ലെങ്കിൽ മലനാട് TV-യുടെ ഡയറക്ടർ ശ്രീ ജയേഷ് അവറുകൾ. അപ്പം അദ്ദേഹം എന്നെ എല്ലാ കാര്യത്തിനും ക്ഷണിക്കും. പക്ഷേ ഞാനും കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് അതിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്തത്. ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഇവിടേക്ക് വരണം, ആകസ്മികം ചിത്രം നമുക്ക് ഇവിടെ തന്നെ പ്രദർശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫാമിലിയായിട്ടാണ് വന്നത്. എൻ്റെ മകളും എൻ്റെ വൈഫും ഉൾപ്പെടെ. ഇവിടെ വന്നപ്പോഴാണ് ഒരു അത്ഭുതമായിട്ട് തോന്നി. ഈ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഈ പുണ്യഭൂമിയിൽ ഞങ്ങൾക്ക് വരാനും ഇവിടെ തന്നെ ആകസ്മികം എന്ന ആ ചിത്രം പ്രദർശിപ്പിക്കാനും, പ്രത്യേകിച്ച് ജയേഷിനെ പോലെ നല്ല ഹൃദയത്തിനകത്തുള്ളതെന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനുള്ള സൗകര്യങ്ങൾ വെച്ചു. അതുതന്നെ ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു ന്യൂസ് വായിച്ചിട്ട് പോകാവൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ കൊണ്ടുവന്നിട്ട് ആ ന്യൂസ് വായിച്ചു. എൻ്റെ മകളും ആ ന്യൂസ് വായിച്ചു. എന്ത് കാര്യം പറഞ്ഞാലും മലനാട് TV-ക്കും ഇന്ത്യ ദർശൻ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ പോകുന്ന ഈ ചാനലുകൾക്ക് കേരളത്തിൽ ഇത്രമാത്രം ഒരു പ്രയോറിറ്റി അദ്ദേഹത്തിൻ്റെ ആ കഠിനമായിട്ടുള്ള പ്രയത്നത്തിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞങ്ങളെല്ലാവരും സന്തുഷ്ടരാണ്. കൂടാതെ അദ്ദേഹത്തിന് എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകണം. ഞങ്ങളുടെ എല്ലാം അനുഗ്രഹം
അദ്ദേഹത്തിൻ്റെ ചാനലിനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകർക്കും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, ഒരു ചോദ്യം കൂടി വൈൻഡപ്പ് ചെയ്യാം. മലനാട് ടി വിയെ കുറിച്ച് പറയാനുള്ളത്. മലനാട് ടി വി കുറേ വർഷങ്ങൾക്ക് മുമ്പ് മലയോര പ്രദേശങ്ങളെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ ഏറ്റുകൊണ്ട് പ്രവർത്തിച്ച ഒരു ചാനലാണ്. അത് ഏകദേശം കേരളത്തിൻ്റെ കിഴക്കൻ മലയോര പ്രദേശമായിട്ട്, അപ്പം കടലും ഒരു 65 കിലോമീറ്റർ പോയാൽ അറബിക്കടലും കുറച്ച് 65 കിലോമീറ്ററും ഒരു സൈഡിലേക്ക് പോയ സഹ്യപർവ്വത മലനിരകളുമാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം ആ കൂട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു കടലിനകത്ത് പോയി ഒരുപറ്റം ജനങ്ങളെ കപ്പലിൽ പിടിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ടാകും. അദ്ദേഹത്തിന് ആ ന്യൂസ് ഞാൻ വളരെ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പം അത് ഈ കടൽ കൊള്ള നടന്ന ഒരു സാഹചര്യമാണ്. ആ കടൽ കൊള്ള നടന്നപ്പോൾ മറ്റു കുറേ കരീബിയൻ കടലിൽ എനിക്കത് ഞാൻ ഓർക്കുന്നില്ല, അവിടെ അദ്ദേഹം പോയി അത് ചിത്രീകരിച്ച് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ചാൻസസ് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ഉണ്ടായപ്പോൾ ലോകം മുഴുവനും ഇത് സ്പ്രെഡ് ചെയ്യാനും ലോകത്തെ ജനങ്ങൾക്കെല്ലാം കാണുവാനും കഴിയുന്ന ഒരു അവസ്ഥ ഈ മലനാട് ടെലിവിഷനിലൂടെ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ആ നേടിയെടുത്ത ഒരു കാര്യം ഒരുപക്ഷെ മറ്റ് ചാനലുകളെ പോലെയൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ അർപ്പണബോധമാണ്. തീർത്തും ഒരു എയിം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ അതിലൂടെ അദ്ദേഹം നേടിയെടുത്ത ഒരു കരിയർ, അത് ഞങ്ങൾക്കെല്ലാം അതിൽ വിശ്വാസമാണ്. ആ ചാനലിലൂടെ എനിക്ക് തോന്നുന്നത് ആതുര സേവന രംഗത്ത് അദ്ദേഹം ചെയ്ത നന്മയുടെ ഭാഗം, നന്മയുള്ള പ്രവർത്തികൾ, ഒരുപാട് ഉള്ള ആൾക്കാരുടെ സമ്പത്ത് വാങ്ങി ഇല്ലാത്തവരെ സഹായിക്കുക എന്നുള്ളൊരു കർമ്മബോധം, അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ചൈതന്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ മൂല്യതയും ചൈതന്യവും എന്ന് പറയുന്നത് മറ്റൊരാൾക്കുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ആത്മസന്തോഷമാണ്. ആ ആത്മസന്തോഷത്തിന് മലനാട് ടെലിവിഷനും ഇന്ത്യ ദർശൻ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ പോകുന്ന ഈ ചാനൽ ഒരുപാട് ക്രിയാത്മകമായിട്ടുള്ള പ്രവൃത്തികൾ ഈ കേരള സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിലെ പല രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കരുതാനും വിശ്വസിക്കുവാനും കഴിയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി. വളരെ സന്തോഷം സാർ, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു. You are watching India's first NGO television, Malanadu TV India.